ആദായനികുതി വകുപ്പിനെ കബളിപ്പിച്ച് നികുതി വെട്ടിച്ച കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് ഫണ്ട് കണ്ടെത്താൻ പല വഴികളും തേടുന്നു. സുതാര്യതയില്ലാതെ പണം സ്വരൂപിക്കാനുള്ള മാർഗങ്ങളാണ് പാർട്ടി പ്രധാനമായും സ്വീകരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ പേരിൽ വൻതോതിൽ ഫണ്ട് കണ്ടെത്തുകയാണ് ലക്ഷ്യം. കൂപ്പൺ അടിച്ചിറക്കുന്നു. ബക്കറ്റുമായി വീടുകളിലും കടകളിലും കയറി ഇറങ്ങുന്നു. വിപുലമായ ക്രൗഡ് ഫണ്ടിംഗ്. ഇങ്ങനെ വൻതോതിൽ ഫണ്ട് കണ്ടെത്താൻ വ്യത്യസ്ത വഴികളുമായി കോൺഗ്രസ്. എല്ലാം തെരഞ്ഞെടുപ്പിൻ്റെ പേരിൽ. സുതാര്യതയില്ലാത്ത സാമ്പത്തിക മാർഗമാണ് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടി തേടുന്നത്. വൻതോതിൽ കള്ളപ്പണം സ്വരൂപിച്ച പാർട്ടി നികുതി വെട്ടിച്ചതോടെ ഒടുവിൽ ആദായ നികുതി വകുപ്പിൻ്റെ കുരുക്കിൽ വീണു. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും അന്വേഷണവുമായി പാർട്ടിയിലെ ക്രമവിരുദ്ധ സാമ്പത്തിക ഇടപാടുകൾക്ക് പുറകെയുണ്ട്. ഇത് മുതലെടുത്താണ് സുതാര്യമല്ലാത്ത രീതിയിൽ ഫണ്ട് ശേഖരിക്കാൻ പാർട്ടി തീരുമാനിച്ചത്. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് പ്രവർത്തകർക്കുള്ള ചെലവുകൾക്ക് സഹായം സ്വീകരിക്കാൻ AICCയും ആഹ്വാനം ചെയ്തു. KPCCയുടെ തീരുമാനമനുസരിച്ച് എല്ലാ പ്രദേശങ്ങളിലും UDF ഇലക്ഷൻ കമ്മിറ്റികളോട് രസീതടിച്ച് പണം പിരിച്ച് പ്രവർത്തകരുടെ പ്രാദേശിക ചെലവിന് വിനിയോഗിക്കാൻ ഞങ്ങൾ അവർക്ക് അനുവാദം നൽകിയിരുന്നു. ഇന്ന് തലസ്ഥാന നഗരിയിൽ KPCC ഞങ്ങൾ DCCയും ഞങ്ങൾ സംയുക്തമായി KPCCയുടെ തീരുമാനമനുസരിച്ച് ഈ നഗരത്തിലെ ഈ തലസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടിമറ മാർക്കറ്റിൽ വന്നത് പാവപ്പെട്ടവർ, തൊഴിലാളികൾ, അവരുടെ ചില്ലിക്കാശുകൾ ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ്. എല്ലാ ജില്ലകളിലും ഇങ്ങനെ ഫണ്ട് കണ്ടെത്താനാണ് തീരുമാനം. സുതാര്യമല്ലാത്തതിനാൽ അന്വേഷണം ഉണ്ടാകില്ലെന്ന കണക്കുകൂട്ടലിലാണ് പാർട്ടി. സംസ്ഥാനത്തുടനീളം ഇങ്ങനെ പിരിവ് നടത്തി വലിയ തോതിൽ ഫണ്ട് സ്വരൂപിക്കും. കോൺഗ്രസിൻ്റെ പ്രധാന നേതാക്കൾ നേരിട്ട് രംഗത്തിറങ്ങിയാണ് പിരിവ്. ക്രൗഡ് ഫണ്ടിംഗ് വഴി പണം സ്വരൂപിക്കുന്നതിനാൽ തന്നെ ഏതു രീതിയിലും ഏതാവശ്യത്തിനും ഉപയോഗിക്കാനാകുമെന്ന വിലയിരുത്തലിലാണ് പാർട്ടി. അഴിമതി നടത്തുന്നതിൽ പണ്ടേ പേരുകേട്ട കോൺഗ്രസിന് EDയുടെയും ആദായ നികുതി വകുപ്പിൻ്റെയും അന്വേഷണത്തിൻ്റെ മറവിൽ തുറന്നു കിട്ടിയ പുതിയ വഴിയാണ് ജനകീയ കളക്ഷൻ. ശിവദാസ് കന്മനം, ജനം, തിരുവനന്തപുരം.